ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇന്ന് ഏറ്റവും അധികം ചർച്ചയാകുന്നത് ഏഷ്യ കപ്പ് തന്നെയാണ്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന T20 ലോകകപ്പിന് മുന്നോടിയായി ഏഷ്യ കപ്പിൽ കപ്പടിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് വമ്പൻ ടീമുകൾക്ക് മുന്നിലുള്ളത്. സൂപ്പർ താരങ്ങളെ ടീമിലെത്തിച്ച് ഇന്ത്യയും പാകിസ്ഥാനും ശ്രീലങ്കയുമെല്ലാം ഏഷ്യൻ പോരിനിറങ്ങുമ്പോൾ UAEയുടെ മണ്ണിൽ പൊടി പാറുമെന്ന കാര്യം ഉറപ്പാണ്. അടുത്ത പ്രധാന ICC ഇവൻ്റ് T20 ലോകകപ്പ് ആയതിനാൽ ഇത്തവണ ഏഷ്യ കപ്പ് T20 ഫോർമാറ്റിലാണ് നടക്കുന്നത്. മാത്രമല്ല സ്പിൻ ബൗളർമാർക്ക് മികവ് പുലർത്താൻ കഴിയുന്ന UAEയിൽ വെച്ചാണ് ഏഷ്യ കപ്പ് നടക്കുന്നതും. 2025 ഏഷ്യ കപ്പിൽ സ്പിന്നർമാരുടെ പ്രകടനം നിർണായകമായി മാറുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ സ്പിൻ ബൗളർമാർക്കെതിരെ മികവ് പുലർത്താൻ കഴിയുന്ന ബാറ്റർമാർ ടീമിലുണ്ടാകുന്നത് നല്ലതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് സ്പിന്നിനെയും പേസിനെയും അടിച്ചൊതുക്കുന്ന സൂപ്പർ താരങ്ങൾ ടീമിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏഷ്യ കപ്പിലെ ഫേവറേറ്റുകൾ ഇന്ത്യ തന്നെയാണ്. ഇന്ത്യൻ ടീമിൽ സ്പിന്നിനെതിരെ മികച്ച സ്ട്രൈക്ക് റേറ്റുള്ള താരങ്ങൾ ആരൊക്കെയാണ് എന്ന കാര്യമാണ് ഈ വീഡിയോയിലൂടെ നാം പരിശോധിക്കുന്നത്. 2023 മുതലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ സ്പിന്നിനെതിരെ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന ഇന്ത്യൻ താരം അഭിഷേക് ശർമ്മയാണ്. ഇന്ത്യയുടെ യുവ വെടിക്കെട്ട് ഓപ്പണർ അഭിഷേക് ശർമ്മ സ്പിന്നിനെ കടന്നാക്രമിക്കുന്ന ബാറ്ററാണ്. 193.84 സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം സ്പിന്നിനെതിരെ മിന്നിക്കുന്നത്. IPLൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഓപ്പണറായ അഭിഷേക് ഇന്ത്യക്ക് വേണ്ടിയും ഓപ്പണിംഗിൽ തല്ലി തകർക്കുന്നുണ്ട്. സ്പിന്നിനെതിരായ അഭിഷേകിന്റെ മികവ് ഏഷ്യ കപ്പിലും ഇന്ത്യക്ക് ഗുണകരമായി മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്ത്യൻ നായകനും വെടിക്കെട്ട് ബാറ്ററുമായ സൂര്യകുമാർ യാദവാണ് T20യിൽ സ്പിന്നിനെതിരെ കൂടുതൽ സ്ട്രൈക്ക് റേറ്റിൽ മിന്നിക്കുന്ന രണ്ടാമത്തെ താരം. 2023 ശേഷമുള്ള കണക്ക് പ്രകാരം സ്പിന്നിനെതിരെ 164.07 എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റാണ് സൂര്യകുമാർ യാദവിനുള്ളത്. എന്നാൽ 2025 വരുമ്പോൾ സൂര്യകുമാറിന്റെ ശരാശരിയും സ്ട്രൈക്ക് റേറ്റും മോശമാകുന്നുണ്ടെന്ന് വ്യക്തമാണ്. സമീപകാലത്തായി സ്പിന്നിനെതിരെ സൂര്യകുമാർ പതറുന്നുണ്ട്. എന്നാൽ ഫോമിലേക്ക് എത്തിയാൽ സ്പിന്നിനെതിരെ ആധിപത്യം കാണിക്കാൻ ശേഷിയുള്ള താരമാണ് സൂര്യകുമാർ യാദവ്. ഏഷ്യ കപ്പിൽ സൂര്യ തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മൂന്നാം സ്ഥാനത്തുള്ളത് യശസ്വി ജയ്സ്വാൾ ആണ്. എന്നാൽ യശസ്വി ജയ്സ്വാൾ ടീമിൽ ഇല്ല എന്നതാണ് കൗതുകകരമായ കാര്യം. ഇടംകയ്യൻ വെടിക്കെട്ട് ഓപ്പണറുടെ 2023 മുതലുള്ള സ്പിന്നിനെതിരായ സ്ട്രൈക്ക് റേറ്റ് നോക്കുമ്പോൾ 164.31 ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഏഷ്യ കപ്പിൽ ജയ്സ്വാളിനെ ഇന്ത്യ ടീമിൽ പരിഗണിച്ചിട്ടേ ഇല്ലെന്നത് വളരെ കൗതുകമുള്ള കാര്യമാണ്. IPL രാജസ്ഥാൻ റോയൽസിനൊപ്പം വെടിക്കെട്ട് പ്രകടനം നടത്തുന്ന ഓപ്പണറാണ് ജയ്സ്വാൾ. സ്പിന്നർമാർക്കെതിരെ മനോഹരമായി കട്ട് ഷോട്ട് കളിക്കാനും ശേഷിയുള്ള ജയ്സ്വാൾ ഓസീസ് T20 പരമ്പരയുടെ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയേക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സഞ്ജു സാംസൺ സ്പിന്നിനെതിരെ ഗംഭീരമായി കളിക്കുന്ന ബാറ്റർമാരിൽ ഒരാളാണ്. 2023 168 മുകളിൽ സ്ട്രൈക്ക് റേറ്റിലാണ് മലയാളി താരം സ്പിന്നിനെതിരെ കളിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് താരത്തിന്റെ സ്പിന്നിനെതിരായ സ്ട്രൈക്ക് റേറ്റ് താഴോട്ട് പോകുന്നതായാണ് കാണാനാവുന്നത്. 2024 139.2 സ്ട്രൈക്ക് റേറ്റും 2025 വരുമ്പോൾ 134.8 സ്ട്രൈക്ക് റേറ്റുമാണ് സ്പിന്നിനെതിരെ സഞ്ജുവിനുള്ളത്. പഴയ ഫോമിലേക്ക് എത്തിയാൽ സ്പിന്നർമാരെ തല്ലിപ്പറത്താൻ സഞ്ജുവിന് കഴിവുണ്ടെന്ന കാര്യം നിസ്സംശയം നമുക്ക് പറയാം. ഏഷ്യ കപ്പിലും സഞ്ജു സാംസണും ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കളിക്കാൻ അവസരം ലഭിക്കുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. ശുഭ്മാൻ ഗില്ലിനെ ഇന്ത്യ T20 ടീമിലേക്ക് കൊണ്ടുവന്നതോടെ സഞ്ജു സാംസണിന്റെ ഓപ്പണിംഗ് സീറ്റിന് ഇളക്കം തട്ടിയിരിക്കുകയാണ്. അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ചേർന്ന് ഏഷ്യ കപ്പിൽ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും സഞ്ജുവിന് സ്പിന്നർമാർക്കെതിരെ ആധിപത്യം കാട്ടാനാവുമെന്ന് തന്നെയാണ് മുൻകാല കണക്കുകൾ വ്യക്തമാക്കുന്നത്.